നമസ്കാരം. നമുക്ക് ഇടമലക്കുടി, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ അതിനെ മോശമായിട്ട് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്, സംരക്ഷിത മേഖലയാണിത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് പക്ഷേ ഇത് ഭൂമിശാസ്ത്രപരമായിട്ട് 1.5% മാത്രമേ ഉള്ളൂ ഇത്തരം ആളുകൾ താമസിക്കുന്നത്. കേവലം 4 ലക്ഷം ആളുകൾ മാത്രമാണ് ഈ ആദിവാസി ഗോത്ര വിഭാഗക്കാർ കേരളത്തിലുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇടമലക്കുടി, അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ലുലു മാൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും? ഒരിക്കലും സാധ്യതയില്ല. കാരണം ലുലു മാൾ പോലുള്ള ഒരു സംരംഭം അവിടെ വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ വിജയിക്കാത്ത ഒരിടത്തേക്ക് യൂസഫ് അലി എന്തായാലും അത് കൊണ്ടിടാനും പോകില്ല. പോട്ടെ, ലുലു മാളിൻ്റെ കാര്യം നമുക്ക് വിടാം. ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ വരുമോ? ഒരു മാനേജ്മെൻറ്റ് കോളേജ് വരുമോ? ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുമോ? അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും വ്യവസായങ്ങളോ മറ്റെന്തെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം അവിടെ താമസിക്കുന്നവരുടെ ഒരു സംസ്കാരവും രീതിയൊക്കെ നമുക്കറിയാം. അവർക്കിനി ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാം എന്ന് പറഞ്ഞാലും അവരവിടേക്ക് വരണമെന്നില്ല. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാലും അവിടെ വരണമെന്നില്ല. അഥവാ ഇനി അങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാലും ഒരു മാനേജ്മെൻറ്റ് സ്കൂളിനോ കോളേജിനോ ഒരിക്കലും അത് ലാഭമാവില്ലല്ലോ. അതിനാൽ ലാഭവും ഇതിൻ്റെ ഒരു ഭാഗം തന്നെ ആയതിനാൽ ഇതുപോലുള്ള ഒരു സംഗതികളും ഇത്തരം സ്ഥലങ്ങളിൽ വരില്ല. ഇനി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഗതി വരണം. അത് വന്നു കഴിഞ്ഞാൽ അതിനെ അനുബന്ധിച്ച് ഓട്ടോറിക്ഷകൾ വരും, ടാക്സി വരും, മറ്റ് ചെറിയ ചെറിയ ഷോപ്പുകളും മറ്റും വരും. അവിടെ ആളായി അനക്കമായി അങ്ങനെ പതുക്കെ ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. അപ്പോൾ നമ്മുടെ ഈ 1.5% മാറ്റിവെച്ചാൽ, അതായത് അട്ടപ്പാടി, ഇടമലക്കുടി, വേറെ സ്ഥലങ്ങളുണ്ട്, ഇതൊക്കെ മാറ്റിവെച്ചാൽ എല്ലായിടവും നമുക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലുലുമാൾ എല്ലായിടത്തൊന്നും വരില്ല. പക്ഷേ മറ്റു മാളുകളും ഈ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കൂൾ, മാനേജ്മെൻറ്റ് കോളേജ്, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മറ്റ് ചെറുകിട സംരംഭങ്ങൾ, വലിയ ഫാക്ടറികൾ, ഇതൊക്കെ ഗ്രാമമോ അല്ലെങ്കിൽ നഗരമോ വ്യത്യാസമില്ലാതെ ആക്കാൻ പറ്റും. അതിനാൽ ഇന്ന് ഞാൻ പറഞ്ഞ ഇത്രയും വലിയ സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും എല്ലായിടത്തും റോഡുണ്ട്. നഗരമേതാ ഗ്രാമമേതാ എന്ന് വ്യത്യാസമില്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയാനായിട്ട് പാലയൊന്നും വലിയ സിറ്റിയൊന്നുമല്ല, വലിയ മെട്രോ സിറ്റിയും മറ്റൊന്നുമല്ല. പക്ഷേ എത്രയോ കാലമായിട്ട് പാല പോലുള്ള സ്ഥലങ്ങൾ, തൊടുപുഴ പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ, ഞാൻ വളരെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് മുൻനിരയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ചില സ്ഥലങ്ങൾ ഒഴിച്ച്. ഒരു അർത്ഥത്തിൽ ഇതാണ് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് കിട്ടിയ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റോഡിൻ്റെ മറ്റ് വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാളും മുന്നിൽ നിൽക്കാനുള്ള ഒരു കാരണം ഈ കണക്കാണ്. അതായത് ഗുജറാത്തിനെ നമ്മൾ എടുത്താൽ, ഗുജറാത്തിൽ 20% ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈബൽ ഏരിയ. 1 കോടി ജനസംഖ്യയാണ്. നമുക്ക് വെറും 4 ലക്ഷമുള്ളൂ, ഓർക്കണം. അപ്പോൾ ഈ 1.5% സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അവിടെ നിയമം കൊണ്ട് തന്നെ നിരോധിച്ച ചില സംഗതികളുണ്ട്. ഇപ്പം അട്ടപ്പാടി പോലുള്ള സ്ഥലത്ത് ഡ്രൈ ലാൻഡാണ്. അവിടെ മദ്യപാനമൊന്നും പറ്റില്ല, മദ്യക്കുപ്പി പോലും എല്ലാം വഴി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സിനിമയിൽ നമുക്കറിയാമല്ലോ, കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ചില നിയന്ത്രണങ്ങളുണ്ട്. പിന്നെ ഇതുപോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒന്നും അവിടെ വരില്ല. അത് കച്ചവടം ചെയ്താൽ ലാഭമാവില്ല, അതുകൊണ്ട് വരില്ല. അതിനാൽ തന്നെ അവിടെ ഈ പറയുന്ന രീതിയിലൊന്നും മുഖച്ഛയ മാറില്ല. ഇനി അതേ സംഗതി തന്നെ നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്കുക. അവിടെ 20% സ്ഥലം ഈ ഏരിയയാണ്. 1 കോടി ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോകുന്ന ചില എന്താ പറയുക, ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുന്നവർ ഇത്തരം സ്ഥലത്തൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടാണ് ഗുജറാത്തിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടോ എന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത്. എത്രമാത്രം വിഡിത്തരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇടമലക്കുടി, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ പോയാലും ഇതുപോലുള്ള ദൃശ്യങ്ങൾ കിട്ടും. ഈ കഴിഞ്ഞിടയ്ക്ക് പോലും ഞാനൊരു വീഡിയോ കണ്ടു. ഇടമലക്കുടിയിലുള്ള ഒരു ചെറിയ പയ്യനെ പനിയായിട്ട് കിലോമീറ്ററുകളോളം ഈ കമ്പിൽ കെട്ടി ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. കാര്യം സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടങ്ങളിലൊന്നും റോഡ് വരില്ല. അത് എന്നെ കളി കളിച്ചാലും വരില്ല. അതങ്ങനെയാണ്, ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. അവർ ചിലപ്പം കുറച്ച് ഉള്ളിലോട്ട് മാറി കാട്ടിലൊക്കെ താമസിക്കുന്നവരായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഹെലികോപ്റ്ററോ മറ്റൊന്നും അവിടെ സാധ്യമല്ല. അപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ നമ്മൾ വടക്കേ ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടുന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം. നമുക്ക് കേവലം 1.5% ഈ പ്രദേശമെങ്കിൽ ഉത്തർപ്രദേശിന് 14%, നേരത്തെ ഞാൻ പറഞ്ഞ ഗുജറാത്തിന് 20%, 38% ഛത്തീസ്ഗഡിന്. അങ്ങനെ കേരളത്തേക്കാൾ കൂടുതലാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്ക്. ഒരുപക്ഷെ ഗോവ പോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ചെറുതായിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഈ ട്രൈബൽ ഏരിയ എന്നത് കേരളത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ അവിടെ ബാക്കി എവിടെയൊക്കെ വികസിച്ചാലും ശരി, ചില സ്ഥലങ്ങൾ ഇങ്ങനെ വികസനം എത്താതെ കിടക്കുന്ന സ്ഥലങ്ങൾ പോലെ തോന്നും. അതൊരു കുറവായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അവരെ അങ്ങനെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അതും ബുദ്ധിയുള്ള ഒരു ഭരണാധികാരി വിചാരിച്ചാൽ അവരുടെ ജീവിതവും ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായയെ മാറ്റാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ഗുജറാത്ത് മോഡൽ എന്ന് തന്നെ പറയേണ്ടി വരും. മുമ്പ് നമുക്കറിയാം ഗുജറാത്ത് മോഡൽ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇത് ആദിവാസികളെ കൂടി എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു, ശാക്തീകരിക്കുന്നു എന്നതിൻ്റെ
നല്ല ഒരു മാതൃകയാണ്, തെളിവാണ്. ഏകതാ നഗർ എന്നാണ് ഇപ്പോൾ ആ സ്ഥലം അറിയപ്പെടുന്നത്. മുമ്പ് അതൊരു കോളനിയായിരുന്നു. ആ സ്ഥലത്താണ് 3000 കോടി രൂപയുടെ ഒരു സ്മാരകം ഇന്ന് പട്ടേലിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത്. പട്ടേലിൻ്റെ പ്രതിമ എന്നൊക്കെയാണ് ഇവിടെ കളിയാക്കുന്നതെങ്കിലും അത് ആ സ്മാരകത്തിൻ്റെ രൂപമാണ് ആ പ്രതിമയുടെ രൂപം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ഈ പറയുന്ന പോലെ ഒരു ട്രൈബൽ മേഖലയിലാണ് അത് പണിതുയർത്തിയിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന 99% ആളുകളും അവിടുത്തെ ട്രൈബൽസാണ്. എത്രയെത്ര ഓട്ടോകൾ, എത്രയെത്ര റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണം വിൽക്കുന്ന സ്ഥലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ അടക്കമുള്ളവ, ഇതിലെല്ലാം അവിടുത്തെ ആദിവാസികളാണ്. അവർക്കാണ് മുൻഗണന. അവിടെ വരുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ആഭ്യന്തരമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ, അവർ പല ടേസ്റ്റ്, പല സംസ്കാരം, പല ഭാഷ, ഒപ്പം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നാനായിടത്തു നിന്നും വരുന്ന ആളുകൾ. അപ്പോൾ ഇവർ ദിവസവും കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഇത്തരക്കാരോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ കാലം കഴിയുമ്പോൾ അവരറിയാതെ തന്നെ മുഖ്യധാരയിലേക്ക് വരും. അപ്പോൾ ഒരു സ്ഥലം എത്ര വിദഗ്ധമായിട്ടാണ് അവർ പോലും അറിയാതെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഓർക്കുക. ഇത്തരം ചില കാര്യങ്ങൾ മാത്രമേ ഈ സ്ഥലങ്ങൾ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സാധ്യമാകൂ. അല്ലാതെ അവിടെ വലിയൊരു ഹോസ്പിറ്റൽ കൊണ്ട് പണിതാൽ അത് വിജയിക്കണമെന്നില്ല, വലിയൊരു കോളേജ് കൊണ്ടുവച്ചാൽ വിജയിക്കണമെന്നില്ല, സ്കൂൾ കൊണ്ടുവച്ചാൽ വിജയിക്കണമെന്നില്ല, മാൾ കൊണ്ടുവച്ചാൽ വിജയിക്കണമെന്നില്ല. മറിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരുന്ന ഒരു സംഗതിയാണ് അവിടെ ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളുടെ കൂടി ജീവിതം മാറും. തീർച്ചയായിട്ടും അവിടെ പ്രത്യേക നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവിടുത്തെ തൊഴിൽ ചെയ്യുന്നവരിൽ ഇത്ര ശതമാനത്തോളം അവിടുത്തെ പ്രദേശവാസികളായിരിക്കണം എന്നൊക്കെ ഉണ്ട്. ഇത് നമുക്കിവിടെ സാധ്യമാണ്. ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരാളുടെ ഒരു സ്മാരക രൂപത്തിൽ ഒരു വലിയ സംരംഭം വന്നാൽ ഉറപ്പായിട്ടും ഇവരും വരും. നമുക്ക് വെറും 1.5% മാത്രമേ ഉള്ളൂ. ഈ പ്രദേശവും 4 ലക്ഷം ആദിവാസികളേ ഉള്ളൂ. പക്ഷേ അവരെ കൂടി ഈ 2025 വർഷത്തിലേക്ക് എത്തിക്കാൻ നിസ്സാരമായിട്ട് പറ്റും. പക്ഷേ അതിന് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ വേണം, ഇച്ഛാശക്തി വേണം. ആ സ്മാരകം അവിടെ നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ വ്യാപകമായിട്ടുള്ള വിമർശനമായിരുന്നു അതിനെതിരെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ഒരു മയത്തിലായിരുന്നു, കാരണം കോൺഗ്രസ് നേതാവായിരുന്നല്ലോ പട്ടേൽ. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ കാക്ക തൂറാൻ വേണ്ടിയിട്ട് പണിതാണെന്നൊക്കെ കുറേ കളിയാക്കിയിരുന്നു. ഇന്ന് അത് ഒരു വർഷം നേടുന്നത് കോടാനുകോടികളാണ്. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ അവർ അതിൻ്റെ നിർമ്മാണ ചെലവും എല്ലാം അവർ തിരിച്ചു പിടിക്കുകയും 10,000-കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമാകുകയും ചെയ്യുന്നു. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇതേപോലെ നമുക്കിവിടെ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു വലിയൊരു സ്മാരകം വന്നാൽ ഈ 3000 കോടിയൊന്നും മറക്കണ്ടെന്നേ. 100, 200, 300 കോടിയിൽ ഒരു സയൻസ് സംബന്ധിയായിട്ടുള്ള ഒരു സ്മാരകമൊക്കെ വന്നാൽ കുറഞ്ഞ പക്ഷം നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകളെങ്കിലും അവിടെ സന്ദർശിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഉള്ളവർക്ക് മാത്രമേ തൊഴിൽ കൊടുക്കാവുള്ളൂ. ഉറപ്പായിട്ടും അത്തരം സ്ഥലങ്ങളൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും പതുക്കെ ആണെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയൊക്കെ ഇവരും നമ്മളെപ്പോലെയൊക്കെ ജീവിക്കുന്ന തരത്തിലേക്ക് വെക്കരും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, അവരെ ഞാൻ മോശക്കാരാക്കി പറഞ്ഞതല്ല, കുറച്ച് പറഞ്ഞതല്ല. ഇത്തരം ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് ബ്രസീൽ നോക്കിയാലും കാണും, നമ്മുടെ ആസ്ട്രേലിയ നോക്കിക്കാണും, ഇനി അമേരിക്കയെ നോക്കിയാലും കാണും. എല്ലായിടത്തും വേണം. കാര്യം ഇവരാണ് നമ്മുടെ പൂർവികർ. അതിൽ നിന്നാണ് എല്ലാ തുടക്കവും. നമ്മളതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അവരെ കൂടി എത്ര നമ്മൾ മുന്നോട്ട് പോയാലും അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറയാനുള്ള കാര്യം, ഈ യൂസഫ് അലിയെ പോലെ ഒരാൾ ഒരിക്കലും അട്ടപ്പാടി കൊണ്ട് ഒരു മാലിടത്തില്ലല്ലോ, അല്ലെങ്കിൽ അതേപോലുള്ള മറ്റൊരാൾ ഒരിക്കലും അവിടെ അതുപോലുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് വ്യവസായ സ്ഥാപനങ്ങളിലില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സർക്കാർ കൂടി നിന്നിട്ട് മറ്റുള്ള ആളുകളെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ, വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ, അവിടുത്തെ പ്രദേശവാസികൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഈ പട്ടേൽ പ്രതിമയ്ക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മേന്മ, നമ്മൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും എപ്പോഴും മേന്മയായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആരോഗ്യ കാര്യം, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. ഇതിൻ്റെയൊക്കെ ശരാശരിയിൽ മറ്റുള്ളവരിൽ നിന്ന് മുന്നിൽ നിൽക്കാനുള്ള ഏക കാരണം ഇതാണ്. ഈ ജനസംഖ്യാപരമായിട്ടുള്ള ഈ വ്യത്യാസവും ഈ ട്രൈബൽ ഏരിയയുടെ ഏറ്റക്കുറച്ചിലുമാണ്. നമുക്കത് വളരെ കുറവാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗുജറാത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അവർ ഓർത്തു നോക്കുക, 20% ഈ കൂട്ടരാണ്. അവർ വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അവർ പോകുന്നുണ്ട്. പക്ഷേ അവരിൽ എത്ര പേര് മുന്നോട്ട് കയറി വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. മറ്റ് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ തുലവും കുറവായിരിക്കും. അതിൻ്റെ അർത്ഥം അവർ സ്കൂളിൽ പോകുന്നില്ലെന്നോ കോളേജിൽ പോകുന്നില്ല എന്നൊന്നുമല്ല. പക്ഷേ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം വളരെ കുറവാണ്. അതിനാൽ ഒരു ശരാശരി എടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കേരളം മറ്റുള്ളവരെക്കാൾ മുന്നിലാണ് എന്ന് തോന്നും. പക്ഷേ അത് ഭരണത്തിൻ്റെ മിടുക്കല്ല, അതൊരിക്കലും ഇവിടെ ഭരിച്ചവരുടെ മിടുക്കേ അല്ല. അതിത്തരം ചില സംഗതികളാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.